അങ്ങനെ ആപ്പിളിന്റെ ഏറ്റവും കാത്തിരുന്ന ഐഫോൺ 16 ഇവന്റ് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു മാറ്റമില്ലാതെ നമ്മളെല്ലാവരുടെയും ഉറക്കം കളഞ്ഞു എന്നല്ലാതെ എനിക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ ഇവന്റ് കണ്ടിട്ട് തോന്നിയില്ല. എനിക്ക് മനസ്സിലാവാത്തത് ഒരു കാര്യം തന്നെ തിരിച്ചും മറിച്ചും കുറച്ചുകൂടി ഗാംഭീര്യത്തിൽ പറഞ്ഞ് എങ്ങനെയാണ് ആപ്പിൾ ഇപ്പോഴും 2024 60 ഹെർട്സിന്റെ ഐഫോൺ വെച്ച് പിടിച്ചു നിൽക്കുന്നതെന്നാണ്. എന്തായാലും ആദ്യം ആപ്പിൾ വാച്ച് സീരീസ് 10ന്റെ ലോഞ്ച്. ഇതിന് ഏറ്റവും വലിയ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ അൾട്രാ വാച്ചിനേക്കാളും വലുതെന്ന്, പക്ഷെ ഒരു പൊടിക്കാണെങ്കിലും വലുതാണ്. ആപ്പിൾ വാച്ച് സീരീസ് 6 വെച്ച് നോക്കുമ്പോൾ 30% വലിപ്പമുണ്ട്. അവർ ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഫോണ്ട് സൈസ് കുറച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ലൈന് കൂടുതൽ കാണാമെന്നാണ്. നിങ്ങൾ ആപ്പിൾ വാച്ചിൽ മെസ്സേജ് ടൈപ്പ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മേജർ അപ്ഗ്രേഡ് ആയിരിക്കും. കുറച്ചുകൂടെ റൗണ്ടർ ആക്കിയിട്ടുണ്ട്, വൈഡർ ആക്കിയിട്ടുണ്ട്, ആൻഡ് ഡ്യൂറബിൾ അയോണിക് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആപ്പിളിന്റെ ഏറ്റവും ആദ്യത്തെ വൈഡ് ആംഗിൾ ഓലഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സീരീസ് 10 തുടങ്ങുന്നത് 46,900 രൂപ. ഇനി ആപ്പിൾ വാച്ച് അൾട്രാ 2 ഏറ്റവും മേജർ ആയ കിടിലൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു വാച്ചിലാണ്. ആൻഡ് ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പുതിയ ഒരു കളർ കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, കറുത്ത കളർ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെക്കാളും ഭയങ്കരമായിട്ടുള്ള സ്ക്രാച്ച് റെസിസ്റ്റൻസ് കിട്ടും എന്നാണ്. സോ നിങ്ങളുടെ കയ്യിൽ 89,900 രൂപ ഉണ്ടെങ്കിൽ ആപ്പിൾ വാച്ച് അൾട്രാ 2ന്റെ കറുത്ത കളർ വാങ്ങും. അടുത്തത് നമ്മുടെ ആപ്പിളിന്റെ എയർപോഡ്സ് 4 ഡിസൈനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ചെവിന്റെ അകത്ത് വെക്കുന്ന ഭാഗം കുറച്ചുകൂടെ റെക്ടാങ്കുലർ റൗണ്ടഡ് ഷേപ്പിലായതുകൊണ്ട് എല്ലാ ചെവിയും ഫിക്സ് ആവുമെന്നും അവർ കുറെ അധികം ചെവിയിൽ വെച്ചിട്ട് മെഷീൻ ലേണിംഗ് ഒക്കെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ഫിറ്റ് നല്ലതായിരിക്കും എന്നും ബേസ് കൂടുതലായിരിക്കും എന്ന് പറയുന്നു. ആൻഡ് ഇതിനകത്ത് അവർ പേഴ്സണലൈസ് സ്പേഷ്യൽ ഓഡിയോ ആ ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഏറ്റവും കിടിലൻ ഫീച്ചർ എന്ന് പറയുന്നത് ഒരു കോള് വരുന്ന സമയത്ത് സിറി നിങ്ങളോട് പറയുവാണ് ഒരു കോള് വരുന്നുണ്ട്, എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തലയാട്ടി പറയാം. നമ്മുടെ സോണിയുടെ ഇയർഫോണിൽ വന്ന പരിപാടി 12,900 രൂപ കൊടുത്ത് നിങ്ങൾ ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഫീച്ചർ നിങ്ങൾക്ക് കിട്ടില്ല. അതാണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. പക്ഷേ വിഷമിക്കേണ്ട, ഈ ഫീച്ചർ വേണോ? കുറച്ചുകൂടി കൂടുതൽ പൈസ ഒരു 17,900 രൂപ കൊടുക്കുവാണെങ്കിൽ എയർപോഡ്സ് 4 ANC വരും. യെസ്, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള എയർപോഡ്സ് കിട്ടും. എന്നാൽ ഭീകരമായിട്ടുള്ള ചേഞ്ച് വന്നിരിക്കുന്നത് എയർപോഡ്സ് മാക്സിലാണ്. ഒരു വർഷം കൊണ്ട് എയർപോഡ്സ് മാക്സിന്റെ ടീം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച പുതിയ ഫീച്ചർ എന്താണെന്ന് അറിയാമോ? യെസ്, പുതിയ കളർ വന്നിട്ടുണ്ട്. അതിന്റെ ഒപ്പം USB-Cയും വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ അതേ പ്രൈസിൽ. പക്ഷേ എയർപോഡ്സ് പ്രോ മാറിയിട്ടുണ്ട്. യെസ്, എയർപോഡ്സ് പ്രോ 2ൽ വന്നിരിക്കുന്ന ഏറ്റവും കിള്ളൻ മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹിയറിംഗ് ടെസ്റ്റ് നടത്താം. നിങ്ങളുടെ ചെവി മര്യാദയ്ക്ക് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഈ എയർപോഡ്സ് 2യും അതേപോലെ നിങ്ങളുടെ ഐഫോണും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന റിപ്പോർട്ട് ക്ലിനിക്കലി ആക്യുറേറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഇനി എയർപോഡ്സ് പ്രോ 2 വെച്ചിട്ട് നിങ്ങളുടെ ഇയർ ഡാമേജ് ആവാതെ അല്ലെങ്കിൽ ഹിയറിംഗ് ഡാമേജ് വരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രിവെന്റീവ് മോഡും ഇൻ കേസ് നിങ്ങളുടെ ചെവി മര്യാദയ്ക്ക് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെവി കേൾക്കാനായി നമ്മൾ വെക്കുന്ന ഹിയറിംഗ് എയ്ഡ് ഇല്ല, അതേപോലെ നമ്മുടെ ഈ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് വെച്ച് സൗണ്ടുകൾ ആംപ്ലിഫൈ ചെയ്ത് തരാനും സഹായിക്കും. പക്ഷേ ഇതിന് നിങ്ങൾ 24,900 രൂപ കൊടുക്കണം. എന്നാൽ നമ്മൾ കാത്തിരുന്നത് ഇതിനൊന്നുമല്ല, ഐഫോൺ 16 വേണ്ടിയാണ്. നമ്മൾ റൂമേഴ്സിലും റെൻഡേഴ്സിലും കണ്ട പോലെ തന്നെയാണ് ഇതിന്റെ ഡിസൈൻ. എന്തായാലും നത്തിങ് ഫോണുകാർക്ക് ഐഫോൺ ഞങ്ങളെ കോപ്പി അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്രാവശ്യം കുറച്ചുകൂടി ഡ്യൂറബിൾ ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്, പുതിയ സെറാമിക് ഗ്ലാസ് ഫോർമുലയാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും 50% ടഫർ ആണെന്ന് പറയുന്നു. ബട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് എത്രയാണ് ടഫർ എന്ന് നമ്മൾക്കറിയും. പക്ഷെ 2024 ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ ഇത്രയും പൈസ മുടക്കുന്ന ഫോണിൽ 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ തരാൻ ചങ്കൂറ്റുള്ള ഒരേ ഒരു ബ്രാൻഡ് ആപ്പിൾ ആയിരിക്കും. കഷ്ടം. എന്നാലും 2000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസും ഏറ്റവും കുറഞ്ഞത് 1 നിറ്റ്സ് വരെ പോകും. 16 6.1 ഇഞ്ചും 16 പ്ലസ് 6.7 ഇഞ്ചും തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ A16 നിന്നും ഈ കൊല്ലം A18 ചിപ്പിലാണ് വന്നിരിക്കുന്നത്. 2 ജനറേഷന്റെ ലീപ്പ് ഉണ്ട്. ഈവൻ നമ്മുടെ ആക്ഷൻ ബട്ടൺ കയറി വന്നിട്ടുണ്ട്. കൂടാതെ പുതിയൊരു ബട്ടണും വന്നിട്ടുണ്ട്, ക്യാമറ കൺട്രോൾ. കഴിഞ്ഞ 2 വർഷത്തിൽ ആപ്പിൾ ഐഫോണിൽ കൊണ്ടുവന്നിരിക്കുന്ന 2 വലിയ മാറ്റങ്ങളാണ് 2 ബട്ടണുകൾ. എന്തായാലും ക്യാമറ ബട്ടനെ പറ്റി ഞാൻ വിശദമായിട്ട് പറയാം. എന്തായാലും ഇപ്രാവശ്യം ക്യാമറ സെയിം തന്നെയാണെങ്കിലും 48 MP ആക്കിയിട്ടുണ്ട് നമ്മുടെ അൾട്രാ വൈഡ്. അതുകൊണ്ട് ഫ്യൂഷൻ ക്യാമറ എന്നാണ് പറയുന്നത്. ഓട്ടോ ഫോക്കസ് ഉണ്ട്, സോ ക്ലോസ് അപ്പ് മാക്രോ ഫോട്ടോസ് എടുക്കാം. ഐഫോണിന്റെ ഏറ്റവും മണ്ടനായിരുന്ന ഒരു സാധനമായിരുന്നു സിറി. യെസ്, നമ്മുടെ പുതിയ സിറി ഇപ്പോൾ AI-യുമായിട്ട് കുറച്ചുകൂടെ ബുദ്ധി വെച്ച് വരുന്നുണ്ട്. എന്തായാലും മെസ്സേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ കൂടുതൽ ആക്ഷൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ഹിയർസ് വാട്ട് ഐ ഫൗണ്ട് ഓൺ ദ വെബ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ സംസാരിക്കുന്നതിന് കുറച്ച് കോൺടെക്സ്റ്റ് ഒക്കെ കൊടുത്ത് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം ആപ്പിൾ ഇന്റലിജൻസിന്റെ പരിപാടിയാണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഈ ഐഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ഇതിൽ പകുതി ഫീച്ചേഴ്സും കിട്ടൂല. നിങ്ങളിപ്പോൾ വാങ്ങ്, എന്നിട്ട് അടുത്ത മാസം സൗകര്യം പോലെ ഞങ്ങളൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ തരാം. നിങ്ങളുടെ ഫോണിന്റെ ഡിസ്പ്ലേ എങ്ങാനും അടിച്ച് പോയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. എന്നാലും ക്യാമറ കൺട്രോൾ നമ്മൾക്ക് ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിക്കാം, പോർട്രേറ്റിൽ ഉപയോഗിക്കാം. ഇത് ബട്ടനാണ്, പക്ഷെ ബട്ടന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സഫയർ ഗ്ലാസും അതേപോലെ വൈബ്രേഷൻ മോട്ടറും കപ്പാസിറ്റീവ് സെൻസർ ഒക്കെ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ആവും, നോർമൽ ബട്ടൺ പോലെ. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും. എന്നാൽ ജസ്റ്റ് ഒന്ന് കൈവച്ച് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ക്യാമറയിലൊക്കെ ഫോക്കസ് ഒക്കെ ശരിയാക്കുന്നത് പോലെ വരും. ഈവൻ പുതിയൊരു ലേ ഔട്ട് വരും. അതിൽ നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ സ്ലൈഡ് ചെയ്ത് പല പല മോഡുകളിലൂടെ പോകാം. ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും മോഡുകളൊക്കെ പോകാം. ഈവൻ സ്നാപ്ചാറ്റ് പോലുള്ള ആപ്ലിക്കേഷൻ ഇതിനെ അഡ്വാൻറ്റേജ് എടുക്കാൻ പോകുവാണെന്ന് പറയുന്നു. എന്തായാലും ഐഫോൺ 16 79,900 രൂപയും ഐഫോൺ 16 പ്ലസ് 89,900 രൂപയാണ്. ആക്ച്വലി ഐഫോണിന്റെ പ്രൈസ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം 16ൽ കിടിലം ബാറ്ററി ആയിരിക്കും അവർ പറഞ്ഞുവെങ്കിലും 16 പ്ലസിൽ 15 പ്ലസിനേക്കാളും കുറവ് ബാറ്ററിയെ ഞങ്ങൾ തരുന്നുള്ളൂ. കാരണം കഴിഞ്ഞ കൊല്ലം 15 പ്ലസിന് നല്ല ബാറ്ററി ഉണ്ടായതുകൊണ്ട് ഒരു മനുഷ്യൻ
എന്തിനും 15 Pro Max വാങ്ങിയില്ല എന്നുള്ള വിഷമത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞില്ല. ഇനി നമ്മുടെ iPhone 16 Pro സീരീസിലേക്ക് വരുവാണെങ്കിൽ ഡിസ്പ്ലേ അത് പറയാതിരിക്കാൻ വയ്യ. 6.1 ഇഞ്ചിൽ നിന്ന് 6.3 ഇഞ്ച്, 6.7 ഇഞ്ചിൽ നിന്ന് 6.9 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഫോണിന്റെ സൈസ് കാര്യമായിട്ട് വലുതായില്ല. സോ ഡിസ്പ്ലേ വലുതായി ശരിക്കും ബെസൽ ചെറുതായതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ യോജിക്കുന്നു. ഫോണിന്റെ ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് ചെയ്ത് വെച്ച മാതിരിയാണ് ഇരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കൂല. എനിക്ക് തോന്നുന്നു ഇത്രയും സ്ലിം ആയിട്ടുള്ള ബെസൽ വേറൊരു ഫോണിൽ വന്നിട്ടുണ്ടാവില്ല. എന്തായാലും ഇതിനകത്ത് ചിപ്പ് മാറിയിട്ടുണ്ട്. A18 Pro ചിപ്സെറ്റ് ആണ്. മെയിൻ ആയിട്ടുള്ള വ്യത്യാസം ഇതിനകത്ത് 4 മൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ സംസാരിക്കുന്ന ആളുടെ ശബ്ദം മാത്രം മതി, ബാക്ക്ഗ്രൗണ്ടിലുള്ള ശബ്ദം വേണ്ട, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാത്രം മതി, സംസാരിക്കുന്ന ആളുടെ ശബ്ദം വേണ്ട എന്നിങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓഡിയോ മിക്സ് പ്രൊഫഷണൽ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതേപോലെ ക്യാമറയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ 5x കഴിഞ്ഞ കൊല്ലത്തെ 15 Pro Maxൽ കിട്ടിയിരുന്ന 5x ടെലിഫോട്ടോ ക്യാമറ ഈ കൊല്ലത്തെ 16 Proയിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഈ ചെറിയൊരു ഫോണിൽ 5x വരുന്നത് ആദ്യമായിട്ടായിരിക്കും. പിന്നെ ഇപ്രാവശ്യത്തെ ഹീറോ കളർ എന്ന് പറയുന്ന ഗോൾഡ് കളറാണ്. ഗോൾഡ് കളർ ഇങ്ങനെ മാറ്റി 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 എനിക്ക് തോന്നുന്നു iPhone 8ൽ ഉണ്ടായ ഒരു റോസ് ഗോൾഡിൻ്റെ ഒക്കെ ഒരു ഫീലാണ്. പക്ഷെ നേരിട്ട് കണ്ടാൽ അറിയാം എങ്ങനെയുണ്ട് ഈ ടൈറ്റാനിയം ഡെസേർട്ട് ടൈറ്റാനിയം എങ്ങനെയുണ്ട്. ബട്ട് ക്യാമറയിൽ വേറൊരു അടിപൊളി പരിപാടി എന്ന് വെച്ചാൽ 4K 120 frames per second എടുക്കാനായിട്ട് പറ്റുമെന്ന്. സോ വീഡിയോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലോ ചെയ്ത് പ്ലേ ചെയ്യാം. iPhone 16 Proന്റെ പ്രൈസ് 1,19,900 ആൻഡ് iPhone 16 Pro Maxന്റെ പ്രൈസ് 1,44,900. ആൻഡ് ഈ വീഡിയോയിൽ മൊത്തം എൻ്റെ ഫേസ് കാണില്ല, കാരണം ഞാൻ ആദ്യം ക്യാമറയൊക്കെ വെച്ച് വീഡിയോ എടുക്കാൻ പ്ലാൻ ഇട്ടു. പക്ഷെ ഞാനിപ്പോൾ യാത്രയിലാണ് എന്നുള്ളത് കൊണ്ടും ഇന്നലെ 10:30 മണിക്ക് കിടന്നുറങ്ങേണ്ട എന്നെ 12:30 മണി വരെയും പിടിച്ചിരുത്തി ഉറക്കം കളഞ്ഞതിൻ്റെ വിഷമം അതെനിക്ക് നല്ലപോലെ ഉണ്ട്. അപ്പം ശരി, ടാറ്റ ബൈ ബൈ.